നമസ്കാരം. രാവിലെ ഓൾറെഡി നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മള് ലൈവ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പലരും പറഞ്ഞിട്ട് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ലൈവിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്കത് കാണാം. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. വളരെ സൂപ്പർ വീഡിയോസ് ആയിരുന്നു. കാരണം അറിയാം ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ആ നിഫ്റ്റിയിൽ രാവിലത്തെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ചെയ്തു, റെക്കോർഡ് ചെയ്തു. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു. രാവിലെ തൊട്ട് തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ വോളിയം കട്ടായി പോയി. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ ലൈവ് ഇടുന്നതിനൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലൈവിൻ്റെ കൂടെ നിഫ്റ്റിയുടെ അനലൈസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വ്യൂ എന്നും പറഞ്ഞിട്ട് ഇടാമല്ലോ. അപ്പോൾ രാവിലെ അതിൽ സമയം 9:17 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം CE 22,500 ഇതിപ്പോൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ആ ഒരു വ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 204 നമ്മളൊരു ടാർഗറ്റ് ഓൾറെഡി സിയിൽ 22,500 സിയിൽ 204 ടാർഗറ്റ്. എപ്പോഴാന്ന് വെച്ചാൽ 175 172.75 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 204ലേക്ക് 219 ഒരു വ്യൂവും, ഇവിടെ 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 170 ഒരു 172-75 എന്നുള്ള ലെവലാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അതായത് 172 ബ്രേക്ക് ചെയ്ത് 175ലേക്ക് പോയി കഴിഞ്ഞാൽ 170 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോസ്റ്റ് ചെയ്യുക. കാരണം 180ലേക്ക് എന്തായാലും ഒരു മൂവ്മെന്റ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 190, 88, 190, 204, 204ൽ ഒരു 203 മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പം ഞാനൊന്ന് ഫോർവേഡ് ചെയ്ത് അടിക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. RSI ഓൾമോസ്റ്റ് ഇവിടെ ക്രോസ് ഓവർ ആയി വരുന്നുണ്ട്. ക്രോസ് ഓവർ ആയി. അപ്പോൾ ഈ സമയത്ത് 172, കാരണം ഈ ഒരു വൈറ്റ് ലൈൻ 72 ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം. അത് ആദ്യത്തെ ടാർഗറ്റ് 180ലാണെങ്കിൽ ചെറിയ രീതിയിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് 172 ബ്രേക്ക് ചെയ്തു, 177 വരെ പോയി. നമ്മുടെ ടാർഗറ്റ് 204 ആയിരുന്നു. അത് ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും മിച്ചം വെക്കാറുണ്ട് ഒരു ചെറിയ രീതിയിൽ. അത് പിന്നെയും പോയി 188, പിന്നെ 193 ആയിരുന്നു ടാർഗറ്റ്. ഞാൻ ആ ബ്ലൂ ലൈൻ മാറ്റിയതാണ്. കാരണം ഞാൻ ബ്ലൂ ലൈൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. 199 ഓൾമോസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ക്യാൻഡലിൻ്റെ അല്ലെങ്കിൽ ഈ കൺസോൾട്ടേഷൻ സോണിൻ്റെ ഹൈ ആണ് നമ്മൾ 204 ആയിട്ട് വെച്ചത്. അപ്പോൾ അത് 203 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തപ്പോൾ പിന്നെ പറഞ്ഞത് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡലായിട്ട് ഫോം ആയാൽ 132 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 147, 160, പിന്നെ ഈ ഗ്യാപ്പ് ഫില്ലിങ് ഈ ഒരു ലൈനിൻ്റെ ബോർഡർ, അതായത് ഏകദേശം ഒരു 210 ലെവലായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തത്. ഇൻസൈഡ് ബാർ ക്യാൻഡലായിട്ട് ഫോം ചെയ്തു. ഓക്കെ, അവിടെ നിന്നാണ് എൻട്രി പ്ലാൻ ചെയ്തത് 132 നിന്ന്. ഫസ്റ്റ് ടാർഗറ്റ് 147, 152, 160 ഒക്കെ ആയിരുന്നു ടാർഗറ്റ്. ഇപ്പം ട്രെയിൽ ചെയ്ത് വെക്കാം എന്നായിരുന്നു ഉദ്ദേശം. കാരണം ഇത് താഴത്തേക്ക് മുട്ടണം, അതനുസരിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അതായത് ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ താഴത്തോട്ട് വന്നാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇവിടം വരെ വരും. അതനുസരിച്ചിട്ട് ഇത് ടാർഗറ്റ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ വെച്ചേച്ചത്.
160, നമ്മുടെ ടാർഗറ്റ് 194 ആണ് കേട്ടോ. 194 ബ്രേക്ക് ചെയ്ത 210 വരെ, അതായത് ഈ ബ്ലൂ ലൈൻ്റെ ടിപ്പ് വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. ഓക്കെ, ആ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായി. എനിക്ക് തോന്നുന്നു 205 എന്തോ ട്രെയിൽ ചെയ്ത് ഇറങ്ങി എന്ന് തോന്നണം. അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതായത് ഇനി ഫോണുകളുടെ ബഹളമായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത പ്രകാരം പോയിന്റ് അവിടെ കിട്ടി. 9.47 ആയപ്പോഴത്തേക്കും 70 പോയിന്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സിയിൽ 31 പോയിന്റും കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും ആളുകളെടുത്ത പ്രോഫിറ്റുകളൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിയിലും പിയിലും ഒക്കെ നല്ല രീതിയിൽ കണ്ടോ, പിയിൽ മാക്സിമം പ്രോഫിറ്റുകളൊക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ അതിനിടക്ക് നമുക്കിനി ഇവിടുത്തെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ RSI സ്റ്റിൽ 2 മിനിറ്റ് നോക്കിയാലും CE പറഞ്ഞ പോലെ നമ്മൾ ആവറേജിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, 500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 560 ഈ 565 ഭാഗത്തേക്ക് പോകും. ഇത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോവാം? നല്ല രീതിയിൽ ഒരു ഡൗൺ വന്നിട്ടല്ലെങ്കിലും മാർക്കറ്റ് 315 ഭാഗത്തേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. 15 മിനിറ്റ്സിൽ ഹയർ ടൈം ഫ്രെയിമിൽ സിയിലേക്ക് നല്ല ബ്രേക്ക്ഔട്ട് പൊസിഷനിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഇടക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി 360 ഒരു ഡൗൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ മാർക്കറ്റ് കയറി 325 ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു എന്താ പറയണേ, ഒരു 5 ലോട്ട് ഹെഡ്ജ് ചെയ്തിടാനുള്ള പരിപാടി നോക്കാം 5 മിനിറ്റിൽ. ഞാൻ നേരത്തെ പോസ് ചെയ്ത കാരണമാണ് 5 ലോട്ട്. എന്താ സംഭവിക്കണേന്ന് നോക്കാമല്ലോ. റെഡ് കണ്ടൊന്നും നമ്മൾ പാനിക് ആവേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഹോൾഡ് ചെയ്താൽ എത്ര വരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 230 താഴത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എക്സിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നേരെ മറിച്ച് ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 314, അപ്പോൾ ഒരു 311 ട്രിഗർ ഇട്ട് വെക്കാൻ പറ്റുന്നില്ല. നേരത്തെ ട്രിഗർ ഇട്ട് വെക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ റെഡ് ഒന്നും കണ്ട് നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. റെഡ് വരട്ടെ. ഒന്നെങ്കിൽ 230 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമ്മൾ ഇത് എക്സിറ്റ് ചെയ്യും. അതർവൈസ് ഇതിൻ്റെ ടാർഗറ്റ് ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. കാരണം 230, 242 ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഒന്നെങ്കിൽ 230ക്കോ 240ക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ എക്സിറ്റ് ആവാം. മാക്സിമം പോയാൽ നമ്മൾ ആ ലോസ് കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ യാതൊരുവിധ വിഷയമില്ല. നേരെ മറിച്ച് ഇത് നമ്മൾ ടാർഗറ്റ് യെല്ലോ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ എവിടെയാണോ അവിടെ വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതാണ്. ഇപ്പോഴും മാർക്കറ്റ് ഡൗണിലേക്കൊന്നും വന്നില്ല. ഏകദേശം എൻട്രി പ്രൈസിൻ്റെ ലെവലിലേക്ക് അടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ലൈൻ മുട്ടുമ്പോഴത്തേക്കും നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ വിക്കായിരിക്കും അടിക്കണേ. ഇപ്പം നിഫ്റ്റിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ടാർഗറ്റൊക്കെ ഇട്ട് വെക്കാം. പക്ഷെ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച്
കണ്ണടച്ച് തുറക്കുമ്പോഴായിരിക്കും അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 306.25 ആണ്. ഒരു 302-ല് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 306 കൊടുത്തിട്ടേക്കാം. ഇൻ കേസ് ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് പോയി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് വന്നിട്ട് 389-ൽ ടച്ച് ചെയ്യണം. അത് ടച്ച് ചെയ്യണ സമയത്ത് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ആദ്യത്തെ ടാർഗറ്റിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ 4000 5000 വരെ പോയതാണ്. അതാണ് ഇപ്പോൾ 157 270 പ്രോഫിറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ റെഡ് കാണുമ്പോൾ നമ്മൾ വെറുതെ പാനിക്കായിട്ട് പേടിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളില്ല. നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2000